ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു സെയിം വ്ലോഗ്സ്. അപ്പം നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ട്രിപ്പ് പോയതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ആരൊക്കെയാണ് പോകുന്നത് എന്നുള്ളത് വഴിയെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ. അപ്പോൾ ഏത് ദിവസം വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ വയനാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ദിവസം പോയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. അപ്പം വീഡിയോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യും. അപ്പോൾ രാവിലെ ഒരു 4 മണി ആയപ്പോൾ തന്നെ എല്ലാവരും എണീറ്റിട്ടുണ്ടായിരുന്നു. എണീറ്റ് ഒരു 5:30 ആയപ്പോൾ അവിടുന്ന് അവർ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ആരൊക്കെയാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിലുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ. ഷോപ്പിലുള്ള എല്ലാവരും കൂടിയിട്ട് പോവുകയാണ്. അപ്പം ഇപ്പം നരേന്ദ്രമോദി വരുന്നത് കൊണ്ട് തന്നെ ആളുകളെ ടൗണിലേക്ക് വരുത്താനോ അല്ലെങ്കിൽ വണ്ടികളോ ഒന്നും പാസ് ചെയ്യാനൊന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. വൈകുന്നേരം വരെ ആ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇതിലായിരുന്നു കേട്ടോ. അപ്പം ഷോപ്പുകൾ തുറന്ന ആൾക്കാർ തന്നെ നേരത്തെ കാലത്ത് വൈകുന്നേരം ഒരു 4 മണി ആയപ്പോൾ തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് മനസ്സിലായത് നമ്മൾ അറ്റ്ലസ് പോയ സമയത്തായിരുന്നു കേട്ടോ, ഞാനും ഉമ്മയൊക്കെ. അപ്പോൾ അവിടുത്തെ ഓണർ പറഞ്ഞിട്ടുണ്ടായിരുന്നതായിരുന്നു. അപ്പോൾ നമുക്ക് അറിയുന്ന ആൾക്കാർ തന്നെയാണ് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ നമ്മളോട് സംസാരിച്ചും പറഞ്ഞിരുന്നു. അപ്പോൾ ഇവരെന്തായാലും അന്ന് തുറക്കാഞ്ഞത് നന്നായിട്ടോ, കാരണം തീരെ ആൾക്കാരില്ലായിരുന്നു. തുറന്ന ആൾക്കാർ തന്നെ വൈകുന്നേരം ആയപ്പം ക്ലോസ് ചെയ്തു. അങ്ങനെ രാവിലെ അവർ 5:30 ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഷോപ്പിലുള്ള ബാക്കിയുള്ള ചെക്കന്മാരെന്ന് വെച്ചാൽ അൻസിൽ, മോനു, അമീനു അവരെല്ലാവരും എന്തായിട്ടുണ്ട് നമ്മളെ പൂത്തുക്കൊല്ലി നിൽക്കായിരുന്നു കേട്ടോ ചെയ്തിട്ട്. സജിക്കാൻ്റെ വീട്ടിലായിരുന്നു എല്ലാവരും സ്റ്റേ ചെയ്തത്. റസാക്കി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുന്ന് എല്ലാവരും കൂടിയിട്ട് രാവിലെ സാജിക്കാൻ്റെ വണ്ടി പിന്നെ റസാക്കാൻ്റെ വണ്ടി, ഈ 2 വണ്ടിയിലായിട്ടാണ് കേട്ടോ അവർ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം അവർക്കൊരു ഷോപ്പിൽ നിന്ന് ജസ്റ്റ് ഒരു മൈൻഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ ജസ്റ്റ് ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പം പിന്നെ ഗൂഡല്ലൂരൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ഇഡ്ഡലിയും സാമ്പാറൊക്കെ എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ഒന്നും കഴിക്കാതെയാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നെ അവിടെ എത്തിയപ്പം പിന്നെ ഇറങ്ങി. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പം പിന്നെ അവരെല്ലാവരും കൂടിയിട്ട് ജസ്റ്റ് ഒരു വിശ്രമിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നല്ലൊരു വൈബ് തന്നെയായിരുന്നു. അപ്പം അന്ന് അവർ പോയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു റിലാക്സേഷൻ മാത്രമേ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യാത്ര പോകുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. വീട്ടിലുള്ള ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ടാണെങ്കിലും അല്ലാണ്ട് സ്വന്തം ആയിട്ട് നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം സോളോ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് പോകുന്നതാണ്. പിന്നെ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോകുന്നത് അത് വേറൊരു വൈബാണ്. ഫാമിലീൻ്റെ ഒപ്പം പോകുന്നത് അത് മറ്റൊരു വൈബാണ്. അപ്പം എല്ലാ രീതിയിലും നമ്മൾ ട്രിപ്പ് പോകണം കേട്ടോ. അല്ലാണ്ട് വീട്ടിൽ ചടഞ്ഞുകൂടി നിന്നിട്ടോ അല്ലെങ്കിൽ ഏത് സമയം ബിസിനസ്സും കാര്യങ്ങളും നോക്കി നിന്നിട്ടോ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകുന്നില്ല. പിന്നെ അതുമാത്രമല്ല ഇപ്പോഴത്തെ അപകടങ്ങളും മരണമൊക്കെ നടക്കുന്നതും അപ്രതീക്ഷിതമായിട്ടാണ്. അപ്പം നമുക്ക് വേണ്ട ഹാപ്പിനെസ് നമ്മൾ എന്താക്കുക, ഉള്ള സമയത്ത് നമ്മൾ എന്താക്കുക ഹാപ്പി ആയിട്ട് ജീവിതം കൊണ്ടുപോകുക കേട്ടോ, അതാണ് വേണ്ടത്. അങ്ങനെ ഇവർ മാപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ പോകുന്നത്. പക്ഷേങ്കിൽ എവിടെയോ എത്തിയപ്പം അവരെ റൂട്ടൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ, വഴിയൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട്. അപ്പം ഈ ഒരു അതൊക്കെ മനസ്സിലായത് അവർ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടാണ് കേട്ടോ. ഞാൻ പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് തന്നെ അവർ പോയിട്ടുണ്ടായിരുന്നത് കൊന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടുന്ന് കുറച്ച് പിക്സും കാര്യങ്ങളൊക്കെ അവരെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഇൻസ്റ്റ ഫോളോ ചെയ്യുന്നവർക്ക് കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടലുണ്ട്, അതുപോലെ തന്നെ ഇടലുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 പേരെയും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. മുൻഷിറാന്നും ഫൈസൽ CP എന്നുമാണ് കേട്ടോ. ഫൈസൽ ഡിമെല്ലോ എന്നുമാണ് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്ത് നോക്കുക. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നു. അപ്പോൾ ഇവർ ജസ്റ്റ് ഒന്ന് ട്രെയിനിൽ പോകാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ ടൈം പിന്നെ ഉച്ചയ്ക്ക് 1:30-ക്കോ 2 മണിക്കോ ആണ് കേട്ടോ അടുത്തത് വരിക. അപ്പോൾ അത്രയും ലേറ്റ് ആകും. പിന്നെ മാത്രമല്ല ഇവർക്കെല്ലാവർക്കും ഇന്ന് രാത്രി ആകുമ്പോൾ തന്നെ വീട്ടിലേക്ക് എത്തും വേണ്ടോ, കാരണം നെക്സ്റ്റ് ഡേ ഷോപ്പിലേക്ക് പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസത്തെ ട്രിപ്പാണ് കേട്ടോ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ ഇങ്ങനെ നിന്നു. പിന്നെ ട്രെയിനൊക്കെ ലേറ്റ് ആവുമെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ അവർ പിന്നെ നെക്സ്റ്റ് സ്ഥലത്തേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പം ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോകാമെന്ന് വിചാരിച്ചു. പക്ഷേങ്കിൽ അവിടെ എല്ലാവരും പോകുന്നതാണ്. പിന്നെ മാത്രമല്ല ജസ്റ്റ് ഇങ്ങനെ നടക്കാനൊക്കെ അല്ലേ. പിന്നെ കപ്പിൾസൊക്കെ ആകുമ്പം പിന്നെയും കുഴപ്പമുണ്ടാവില്ല, കുറേ കഥകളൊക്കെ പറഞ്ഞു പോകാം. പിന്നെ ഇവർക്ക് ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര പോകാനാണ് കൂടുതൽ താല്പര്യം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവർ വേഗം അവിടുത്തെ ബൊട്ടാണിക്കൽ ഗാർഡൻ ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ ഫോട്ടോഷൂട്ടുള്ള സ്ഥലം ഉണ്ടല്ലോ, അപ്പം അങ്ങോട്ടേക്കും പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു വാട്ടർഫാൾസിലേക്കും പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാവരും കണ്ടു നോക്കുക. നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ. അവർ പോയ സ്ഥലമൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അങ്ങനെ അവർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സമയം കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാർ പിക്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ, വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചില വീഡിയോസ് ഞാൻ ലാസ്റ്റൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും പരമാവധി മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
മാത്രമല്ല നമ്മൾ കഴിഞ്ഞ വീഡിയോസും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു സ്പോട്ടിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ അവരെ റൂട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. ഗൂഗിൾ മാപ്പ് വഴിയൊക്കെയാണ് പോയതെങ്കിലും സ്ഥലം മാറിയിട്ടുണ്ട്. കാരണം ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കവർ റൂട്ട് തെറ്റിയിട്ടാണ് യാത്ര ചെയ്യുന്നതെന്ന് മനസ്സിലായത് കേട്ടോ. അവരിങ്ങനെ അതിലിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അവർ ആദ്യം മസിനഗുഡി വഴി ഊട്ടിയിലേക്ക് പോകണം എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേങ്കിൽ ആ പ്ലാനൊക്കെ തെറ്റിപ്പോയിട്ടുണ്ട് കേട്ടോ. കാരണം എന്താണെന്നറിയില്ല, അവർ നേരെ പോയത് ഗൂഡല്ലൂർ വഴി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ തിരിച്ച് വരുമ്പം ബത്തേരി കർണാടകയൊക്കെ ടച്ച് ചെയ്ത് പിന്നെ പന്തലൂർ വഴിയൊക്കെയാണ് കേട്ടോ അവർ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഇതാ അവരിങ്ങനെ റൂട്ടും കാര്യങ്ങളൊക്കെ അവിടെ കണ്ട ഒരാളോടൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ യാത്ര പിന്നെയും തുടരുകയാണ്. പിന്നെ അവർ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ അവർ കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഫോട്ടോഷൂട്ട് കേട്ടോ, ഇവിടേക്ക് പോവുകയാണ്. അപ്പം ഇവർ ഊട്ടി പോയ ട്രിപ്പിൻ്റെ വീഡിയോ ഞാൻ ഇങ്ങനെ വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പം ഞാൻ എൻ്റെ വെഡ്ഡിങ് കഴിഞ്ഞപ്പം പോയ കാര്യങ്ങളാണ് കേട്ടോ ഓർക്കുന്നത്. കല്യാണം കഴിഞ്ഞു, പെട്ടെന്ന് തന്നെ ഞാൻ കൺസീവ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കാക്ക് ആകെ 3 മാസം ലീവ് വരാൻ പറഞ്ഞിട്ട് ആകെ 2.5 മാസമായിരുന്നു ആൾക്ക് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ ബേബിനൊക്കെ ബോംബെയിൽ വെച്ചിട്ടാണല്ലോ നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും ട്രിപ്പ് പോകുക എന്ന് പറയുന്നത് എനിക്കൊരു ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഞാൻ എന്താണെങ്കിലും നമുക്ക് ട്രിപ്പ് പോവുക, യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പോയപ്പം മെല്ലനെ ആണ് പോയിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്പോട്ടിലും നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഭാഗത്ത് നമ്മൾ പോയപ്പോൾ ഡിസംബർ ആ ഒരു സമയത്തായിരുന്നു കേട്ടോ. അപ്പം ഭയങ്കര കോടമഞ്ഞൊക്കെ ഉള്ള ഭയങ്കര തണുപ്പുള്ള സമയമായിരുന്നു ആ ഒരു ടൈമിൽ. നമ്മുടെ നാട്ടിൽ തന്നെ തണുപ്പാണ്. അപ്പോൾ ഊട്ടി ഭാഗത്ത് കുറച്ചുകൂടെ തണുപ്പായിരിക്കുമല്ലോ. അപ്പോൾ നമ്മളൊരു ദിവസം നമ്മളെ ഫാമിലിൻ്റെ അവിടെ നമ്മളെ ദേവാലയം നമ്മളെ ഫാമിലി ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ വീട്ടിൽ സ്റ്റേ ചെയ്തിട്ടായിരുന്നു. നമ്മൾ നെക്സ്റ്റ് ഡേ രാവിലെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുന്ന് എടുത്ത പിക്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ ഇവരും ഇവിടുന്ന് കുറേ വീഡിയോസും അതുപോലെ തന്നെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവർ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഇൻസ്റ്റയിൽ ഇക്കൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരെടുത്ത വീഡിയോസ് കേട്ടോ. അപ്പോൾ അടിപൊളിയായിരുന്നു. പിന്നെ കുറേ കോമഡി ആയിട്ടുള്ള വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാലിങ്ങനെ ഫ്രണ്ടിലേക്ക് വെച്ചിട്ടും ബാക്കിലേക്ക് വെച്ചിട്ടും അങ്ങനെ കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു ക്രിയേറ്റീവായിട്ടൊക്കെ അവർ കുറേ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് വേണ്ടവർ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റയിൽ കയറുക, എന്നിട്ട് കണ്ടു നോക്കുക. പിന്നെ അതാ മോനു സാജിക്കാൻ വണ്ടി കയറി നിന്നിട്ട് കുറേ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇൻസ്റ്റയിലും എല്ലാവരും പോസ്റ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഊട്ടി ഭാഗത്ത് എന്ന് പറയുന്നത് തന്നെ വീടുകളൊക്കെ അടുത്തടുത്തായിരിക്കും കേട്ടോ. ഭയങ്കര അടുത്തടുത്തായിരിക്കും അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെ കാണുന്നത്. പിന്നെ അതിൻ്റെ അടുത്ത് അവർ പരിപ്പുവടയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇടയ്ക്കിടയ്ക്ക് അവർ സ്നാക്സും കാര്യങ്ങളൊക്കെ ഓരോന്നൊക്കെ കഴിച്ചിട്ടുണ്ട് എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. എന്തൊക്കെയോ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അവരൊപ്പം പോകാത്തതുകൊണ്ട് എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയില്ല. പിന്നെ അവർ പറഞ്ഞ കാര്യമാണല്ലോ എനിക്കറിയാം. അപ്പോൾ അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ.
അങ്ങനെ ഇതാ ഇനി അവർ നെക്സ്റ്റ് പോകുന്നത് വാട്ടർഫാൾസിലേക്കാണ് കേട്ടോ. അപ്പം ഊട്ടിയിൽ പേങ്കര എന്ന് പറഞ്ഞൊരു വാട്ടർഫാൾസ് ഉണ്ട്. അപ്പോൾ അടിപൊളി വാട്ടർഫാളാണ് കേട്ടോ. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവർ അവിടെ വെച്ചിട്ട് തന്നെയായിരുന്നു കേട്ടോ ആ ഒരു വാട്ടർഫാൾസ് കാണാൻ പോകുന്ന ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് തന്നെയായിരുന്നു ഉച്ചക്കത്തെ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് വണ്ടി നിർത്തിയിട്ട് പിന്നെ അങ്ങോട്ടേക്ക് നടക്കണം കേട്ടോ. പിന്നെ ഇവർ ഈ ഒരു ഭാഗത്തുനിന്ന് ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഐസ്ക്രീം കഴിച്ചു, പക്ഷേങ്കിൽ ഒരു ഗുണവും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ടേസ്റ്റും ഇല്ലാത്ത ഐസ്ക്രീം ആയിരുന്നു. അതുകൊണ്ട് പിന്നെ അവരെല്ലാവരും ആ ഐസ്ക്രീമുകൾ എല്ലാവരും കൂടിയിട്ട് കുരങ്ങന്മാർക്ക് കൊടുക്കാൻ കേട്ടോ ചെയ്തിട്ടുണ്ട്. അവരെന്തായാലും നല്ല ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് അവരാരും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോകുന്നത്. അപ്പം ഊട്ടി ഭാഗത്തുള്ള വലിയ ഫുഡും കാര്യങ്ങളൊന്നും വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല കേട്ടോ. വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഭയങ്കര പൈസയായിരിക്കും. പക്ഷേങ്കിൽ വലിയ നമ്മളുണ്ടാക്കുന്ന പോലെ ഒന്നും അല്ല കേട്ടോ അവരുണ്ടാക്കുക. അപ്പോൾ അതുകൊണ്ട് അവർ റൈസൊന്നും ആയിരുന്നില്ല കഴിച്ചത്, നൂഡിൽസോ മറ്റോ ആയിരുന്നു കേട്ടോ. അപ്പം അന്ന് മോനൂന് ചിലവും കൂടി ആയിരുന്നു കേട്ടോ. അവൻ ബൈക്ക് എടുത്തതിൻ്റെ ചിലവും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചിലവായതുകൊണ്ട് തന്നെ എല്ലാവരും കൂടി എന്താണ് നൂഡിൽസ് ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തുനിന്ന് ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കുറേ ഷോപ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സുകളുടെ ഷോപ്സ് ഉണ്ട്, കിഡ്സിൻ്റെ ടോയ്സിൻ്റെ കുറേ ഷോപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇതിൽ നിന്ന് ഒരു പെട്ടി ചോക്ലേറ്റ് എനിക്കും കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈറ്റും ബ്ലാക്കും ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും അതുപോലെ തന്നെ മിക്സ്ഡ് കളേഴ്സിൻ്റെ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒക്കെ കൂടി മിക്സ്ഡ് ആയിട്ടായിരുന്നു കൊണ്ടു തന്നെ. അപ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇച്ചുവിന് ജസ്റ്റ് ഒരു ടോയ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്കൊരു ജസ്റ്റ് ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതിൽ കാണിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് എൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഓരോരുത്തർ ഓരോ ഇതൊക്കെ എടുത്തിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡ്രസ്സൊക്കെ ഷേഡിൻ്റെ മുകളിലൊക്കെ ഇടാനുള്ള തയ്യാറെടുപ്പാണ്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ഭയങ്കര വാട്ടർഫാൾസ്. കാണാൻ തന്നെ അടിപൊളിയാണ്. അതുപോലെ തന്നെ അവിടെ നിൽക്കുമ്പോൾ അതിനേക്കാൾ അടിപൊളിയാണ് കേട്ടോ. കാരണം നമ്മൾ നേച്ചറുമായിട്ട് എത്രത്തോളം അടുക്കുന്ന എത്രത്തോളം ഹാപ്പിനെസ് കിട്ടും. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മളെ മൈൻഡ് റിലാക്സ് ആവുകയാണ് കേട്ടോ ചെയ്യുക. കാരണം ഒരു ട്രിപ്പ് പോകുമ്പം അല്ലെങ്കിൽ ഒരു യാത്ര പോകുമ്പം തന്നെ നമുക്ക് കുറേ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇവരും മെയിനായിട്ട് അത് തന്നെയാണ് കേട്ടോ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് എല്ലാവരും. കാരണം ഒരു ദിവസമെങ്കിലും സ്ട്രെസ്സ് ഫ്രീ ആയിട്ട് നമുക്ക് വേണമല്ലോ. അപ്പം ആ ഒരു റിലാക്സേഷനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് അവരെന്താക്കി ട്രിപ്പും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ കാണാൻ കുറേ ടൂറിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ നിന്നും അവർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം അടിപൊളിയായിട്ടുള്ള വാട്ടർഫാൾസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ വെള്ളം ഒഴുകുന്ന സ്ഥലത്ത് കൂടെ അലൗഡ് അല്ല കേട്ടോ ആൾക്കാർക്ക് പോകാൻ വേണ്ടിയിട്ട് ദൂരെ നിന്ന് കാണാൻ മതി. കാരണം അപകട സാധ്യത കൂടുതലാണ്. പിന്നെ മലയോര പ്രദേശങ്ങളൊക്കെ കൂടി ആയതുകൊണ്ട് മലവെള്ളപ്പാച്ചിൽ എപ്പോഴാണ് പെട്ടെന്ന് വരിക ഒന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ സ്ട്രിക്റ്റായിട്ട് അവിടെ അലൗഡ് അല്ല കേട്ടോ. ആ ഭാഗത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അലൗഡ് അല്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു വാളൊക്കെ കെട്ടിയിട്ടുണ്ട്. ഒരു ജസ്റ്റ് ഒരു വാൾ പോലെ ആക്കിയിട്ട് കമ്പിയും കൂടി കെട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് എല്ലാവരും കാണാം. പിന്നെ അവിടുത്തെ ഫോട്ടോസും കാര്യങ്ങളും എടുക്കുക, അത്ര മാത്രമാണ് കേട്ടോ പറ്റുള്ളൂ. പിന്നെ ഇവിടെ നിന്ന് ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് കേട്ടോ. പിന്നെ അവർ വാട്ടർഫാൾസിൻ്റെ ജസ്റ്റ് ഇങ്ങനെ എഴുതൊക്കെ ചെയ്തിട്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. തമിഴ്നാട് ഫോറസ്റ്റ് പേങ്കര വാട്ടർഫാൾസ് എന്നാണ് കേട്ടോ അത് എഴുതിയിട്ടുണ്ടായത്. പിന്നെ തിരിച്ചതാ റിട്ടേൺ പോവുകയാണ് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്കിൽ അവർ ഞാൻ പറഞ്ഞല്ലോ ബത്തേരി കർണാടക ടച്ച് ചെയ്തിട്ടാണ് അവർ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കുറേ മാനുകളൊക്കെ കണ്ടെത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാനുകൾക്ക് പ്രത്യേകിച്ച് പേടിയും കാര്യങ്ങളൊന്നും ഇല്ല തോന്നുന്നുണ്ട്. കാരണം ചില മാനുകളായാലും മയിലും ആനയൊക്കെ ജസ്റ്റ് വണ്ടികളൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് ഓടിപ്പോകില്ലേ. പക്ഷേ ഇതൊന്നും പോകുന്നില്ല. ആ ഒരു റോഡ് സൈഡിൽ നിന്ന് തന്നെ അവർ പുല്ലുകൾ തിന്നുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം വണ്ടി പോകുന്ന ആണെങ്കിലും ഓടും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, അവിടെ തന്നെ ഉണ്ട്. പിന്നെ തിരിച്ചു വരുമ്പോൾ അത്യാവശ്യം നല്ലോണം മഴ പെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അവർ വീട്ടിലെത്തിയപ്പം ഒരു 8:30 ആയപ്പോഴത്തേക്ക് തിരിച്ചെത്തി കേട്ടോ. കാരണം ഞാൻ പറഞ്ഞല്ലോ നെക്സ്റ്റ് ഡേ എല്ലാവർക്കും ഷോപ്പിൽ പോകേണ്ടതുകൊണ്ട് തന്നെ രാത്രി ഒരു 8:30-9 മണി ആകുമ്പോഴത്തേക്ക് റീച്ച് ചെയ്യണമെന്ന് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ പോകുന്ന വഴിക്കിൽ കുറേ അവരെ 2 പേരെ കാറിൽ നിന്നും കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. റസാഖാൻ്റെ കാറിൻ്റെ വീഡിയോസും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാജിഖാൻ്റെ കാറിൻ്റെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ 1-2 ഒക്കെ ആയിട്ട് ഇൻസ്റ്റയിൽ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ ജസ്റ്റ് എൻ്റെ ചാനലിൽ കയറിയിട്ട് കണ്ടു നോക്കുക. പിന്നെ കുറേ മാനുകളുണ്ട്. അതുപോലെ തന്നെ ആന കേട്ടോ, ഒരു ആനേൻ്റെ വിറ്റാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് അവരൊരു ആനേനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആന പെട്ടെന്ന് വണ്ടീനെ കണ്ടപ്പം
മരത്തിൻ്റെ ബേക്കിൽ പോയി ഒളിക്കുകയാണ് കേട്ടോ ചെയ്തത്. ആനൻ്റെ വിചാരം ആന മരത്തിൻ്റെ ബേക്കിൽ ഒളിച്ചാൽ ആനനെ കാണാൻ പറ്റില്ല എന്നാണ് കേട്ടോ. പക്ഷേങ്കിൽ ആനൻ്റെ വലുപ്പം ആന മനസ്സിലാക്കിയിട്ടില്ല. ബേക്കിൽ നിന്നാലും നമ്മൾ വഴിയെ പോകുന്നവർക്ക് എന്തായാലും കാണാൻ പറ്റുമല്ലോ. അങ്ങനെ പിന്നെ ഇവരതൊക്കെ എടുത്ത് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എവിടെയാണ് ഞാൻ ഇട്ടുള്ളത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അങ്ങനെ ഇതാ പോകുന്ന വഴിയിലൊക്കെ മാനുകളൊക്കെ ഉണ്ട്. കുറേ മാനുകളുണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട്. പിന്നെ അതുപോലെ തന്നെ മയിലൊക്കെ ഉണ്ട്. പക്ഷേങ്കിലും മയിലിൻ്റെ വീഡിയോ ഒന്നും അവരെടുത്തിട്ടില്ല കേട്ടോ. കണ്ടിട്ടില്ല തോന്നുന്നു. അതുപോലെ തന്നെ കാട്ടുപോത്ത് അതൊക്കെ ഉണ്ടാവലുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അടിപൊളിയായിട്ടാണ് കേട്ടോ. അവർ തിരിച്ചു വരുമ്പം വ്യൂ പോയിന്റിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. വ്യൂ പോയിന്റ് ഞാൻ പറഞ്ഞില്ല, ആ പൈൻ ട്രീസ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്നിരുന്നു. ആ ഒരു ഭാഗത്താണ് വ്യൂ പോയിന്റ് ഉള്ളത്. അവിടുന്ന് അവർ വീഡിയോസും ഫോട്ടോസൊന്നും എടുക്കാത്തതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റാത്തത് കേട്ടോ. അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷമാണ് അവർ റിട്ടേൺ വീട്ടിലേക്ക് തിരിച്ചത് കേട്ടോ. വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എവിടേക്കാണെന്നുള്ള സ്പോട്ട് അവരോട് തന്നെ ചോദിക്കണം. അങ്ങനെ ഇതാ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാറിൻ്റെതും കാർ പോകുന്നതും വരുന്നതും ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആനയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെങ്കിൽ അധികം ട്രാഫിക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ ട്രാഫിക് ബ്ലോക്കൊന്നും ഉണ്ടായിരുന്നില്ല. നൈസായിട്ട് തന്നെ അവർക്ക് പോകാനും വരാനൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ ഫസ്റ്റൊക്കെ റസാഖാൻ്റെ വണ്ടി പിന്നെ സാജിഖാൻ്റെ വണ്ടിയിലൊക്കെ ആയിരുന്നു കേട്ടോ. തിരിച്ചു വരുമ്പം ആളായിരുന്നു ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത് സാജിഖാൻ്റെ വണ്ടിയിൽ. അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും മാറിയിട്ടൊക്കെ ആയിരുന്നു കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചായയും കടയൊക്കെ കുടിച്ചു. പിന്നെ രാത്രി വന്ന് അങ്ങനെ പിന്നെ കിടക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും പെട്ടെന്ന് തന്നെ എത്തിയിട്ടോ. പിന്നെ നമ്മൾ മഴയൊക്കെ ഉണ്ടാവും, ഭയങ്കര മഴയൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച് പേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിൽ എന്തായാലും ജസ്റ്റ് ഒരു ചാറ്റിൽ മാത്രം ചെറുതായിട്ടുള്ള മഴയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നു. കുറച്ചൊരു മഗ്‌രിബിൻ്റെ ആ ഒരു സമയത്ത് കേട്ടോ. പിന്നെ അല്ലാതെ വൈകുന്നേരങ്ങളിലൊന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു ബത്തേരി കർണാടക ടച്ച് ചെയ്ത് വരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു വൈബ് തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുകയാണ്. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഓരോരുത്തർ എടുത്തു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കോടമഞ്ഞ് നല്ലോണം മൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ നേരത്തെ ഒരു 5 മണി 6 മണിയൊക്കെ ആവാൻ തന്നെ ആവട്ടോ. പിന്നെ നമ്മളെ ഇപ്പം മേപ്പാടി ഭാഗത്ത് ഇപ്പോൾ റിപ്പണ ആ ഭാഗത്തും അതുപോലെ തന്നെ ഉരുൾപൊട്ടി നമ്മളെ മുണ്ടക്കായ ഭാഗത്തൊക്കെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ തന്നെ രാത്രി ആവുന്നതിൻ്റെ വൈബാണ് കേട്ടോ. കോടയൊക്കെ മൂടി ഭയങ്കര ഇരുണ്ടിട്ടാക്കിയാണ് ഉണ്ടാവുക. അപ്പം അതിൻ്റെ മുണ്ടക്കായൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഞാനിപ്പം കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാണാത്തവർ കണ്ടു നോക്കുക. അപ്പം ഇങ്ങനെ അവർ വീഡിയോസ് എടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ കുറേ വീഡിയോസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. കാരണം ഞാനിങ്ങനെ മക്കളെയും കൊണ്ട് ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എവിടേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതെന്ന് എനിക്കിപ്പം വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് കേട്ടോ മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഡിയോസ് മാറിയിട്ടുണ്ട്. അപ്പം അവരെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എടുത്തതൊക്കെയാണ് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇനി അടുത്ത ആൾ കയറിയിട്ടുള്ളത് അൻസിൽ കയറിയിട്ടുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ യൂട്യൂബിൽ ഇൻഷാല്ല ഷോർട്സൊക്കെ ആയിട്ട് ഇടുന്നതായിരിക്കും.
പിന്നെ ഞാൻ പറഞ്ഞല്ലോ വണ്ടിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുള്ള ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ. അവരെല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ട്. അതാണ് കേട്ടോ പറയാനുള്ളത്. ഓരോരുത്തരും നല്ലോണം എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ലൊരു റിലാക്സേഷൻ കിട്ടുന്ന ട്രിപ്പ് തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് ഒന്നും പറയാനില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ടു നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം, എന്നിട്ട് മാത്രമേ നിങ്ങൾ ക്ലോസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇവർ പോയിട്ടുള്ള വീഡിയോ ഞാൻ എന്തായാലും മുഴുവനായിട്ട് ഇതിൽ ഇട്ടിട്ടുണ്ട്. അയച്ചെന്ന വീഡിയോ മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം പറയാനൊന്നും കൂടുതലായിട്ടുള്ള കാര്യങ്ങളില്ല. പിന്നെ പറഞ്ഞതന്നെ പിന്നെ പറയണ്ടല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക.